ഹലോ എല്ലാവർക്കും എയർജോലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റിവ്യൂ വീഡിയോ ആണ്. മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ കണ്ടു. സിനിമയെ കുറിച്ചിട്ടുള്ള എന്റെ അഭിപ്രായമാണ് ഈ ഒരു വീഡിയോയുടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മലയാളി ഫ്രം ഇന്ത്യ ഈ ഒരു സിനിമയുടെ പ്രൊമോ മെറ്റീരിയലുകളെല്ലാം തന്നെ ഒരു കോമഡി, റൊമാൻറ്റിക് അല്ലെങ്കിൽ ആക്ഷേപഹാസ്യത്തിലൂടെ ഉള്ള ഒരു കോമഡി പടത്തിന്റെ ഒരു വൈബാണ് ഈ ഒരു സിനിമയുടെ പ്രൊമോസ് എല്ലാം തന്നെ നൽകിയത്. പക്ഷേ അതാണോ സിനിമ? ഈ ഒരു സിനിമയുടെ പ്രൊമോയിൽ ആദ്യം ഇറങ്ങിയ ഒരു പ്രൊമോയിൽ നിവിൻ പോളി ഈസ് ബാക്ക് എന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രൊമോസ് ഒക്കെയാണ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം മെയിൻ ആയിട്ടുള്ളൊരു ചോദ്യചിഹ്നം അതാണ്, നിവിൻ പോളി തിരിച്ചു വന്നോ? ഫോർ മീ ഒരു ഗ്രാൻഡ് എൻട്രി ആണ് നിവിൻ പോളി വീണ്ടും മലയാള സിനിമയിലേക്ക് നടത്തിയിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ വിജയം അത് ഈ ഒരു സിനിമയുടെ യഥാർത്ഥ പ്ലോട്ടിന്റെ ഒരു ഹിന്റ് പോലും പുറത്തു വിടാത്തത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നത്. കാരണം ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഇതായിരുന്നു സംഭവം എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു സിനിമ. അതായത് ഈ ഒരു സിനിമയുടെ ഒരു പ്രൊമോസിലും ഈ ഒരു സിനിമയുടെ പ്ലോട്ട് ഇങ്ങനെയാണെന്ന് ഒരു തരത്തിലും ഒരു ഹിന്റ് നൽകാത്ത രീതിയിലായിരുന്നു പ്രൊമോസ് എല്ലാം തന്നെ. അത് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ വിജയമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന സിനിമ, അദ്ദേഹത്തിന്റെ മുൻപത്തെ പടമായിട്ടുള്ള ജനഗണമന എന്ന സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റ് ആണ് കൈകാര്യം ചെയ്തിരുന്നത്. അപ്പൊ ആ ഒരു സിനിമയുടെ സംവിധായകൻ നിവിനെ വെച്ചിട്ട് മലയാളി ഫ്രം ഇന്ത്യ, മലയാളി എന്നുള്ളൊരു ടാഗ് ലൈനോടൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിൽ എവിടെയോ തോന്നിയിരുന്നു, വെറും ഒരു കോമഡി പടമായിട്ട് മാത്രം ഈ ഒരു സിനിമ മാറത്തില്ല എന്ന് എനിക്ക് മനസ്സിൽ എവിടെയൊക്കെയോ തോന്നിയിരുന്നു. അതേപോലെ തന്നെ സംഭവിച്ചു. കാരണം വളരെ പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ. ഒരു കോമഡി പടം എന്ന് മാത്രമുള്ള രീതിയിൽ ഈ ഒരു സിനിമയെ സമീപിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കോമഡീസ് ഉണ്ട്, ഓഫ് കോഴ്സ് വർക്കൗട്ട് ആയിട്ടുള്ള ഒരുപാട് കോമഡീസ്, അതായത് നിവിനും ധ്യാനും തമ്മിലുള്ള ആ ഒരു കോംബോയിലുള്ള ഒരുപാട് കോമഡീസ് ഒക്കെ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. അതല്ലാതെ തന്നെ വേറെ രീതിയിലുള്ള കോമഡീസും ഒക്കെ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്, വർക്കൗട്ട് ആയിട്ടുമുണ്ട് ആ ഒരു കോമഡീസ് എല്ലാം തന്നെ. പക്ഷേ അതിനപ്പുറത്തേക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയവും ചർച്ച ചെയ്ത് പോകുന്ന ഒരു സിനിമയാണ്. ശരിക്കും ഡിജോ ജോസ് ആന്റണി എന്ന സംവിധായകന് ശരിക്കും കയ്യടി കൊടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ ധൈര്യത്തിനാണ് കേട്ടോ. ഈ ഒരു സിനിമ ഒരു പൊളിറ്റിക്കൽ ആക്ഷേപഹാസ്യ പടമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. അതായത് ഫസ്റ്റ് ഹാഫില് നമുക്കറിയാം ഡിജോ ജോസ് ആന്റണിയുടെ ഒരു പ്രത്യേക ഇരയായിട്ടുള്ള ഒരു പാർട്ടിയുണ്ട്. ആ ഒരു പാർട്ടിയെ അറഞ്ചം പുറഞ്ചം ട്രോളിയിട്ടുണ്ട്. പക്ഷെ അത് മാത്രമല്ലാതെ കേരളത്തിൽ ഇന്ന് നിലനിന്ന് വരുന്ന മതരാഷ്ട്രീയം, ജാതി രാഷ്ട്രീയം ഒക്കെ എടുത്തു കാണിച്ചുകൊണ്ട് ഉള്ള ഒരു സംഭവം ആക്ഷേപഹാസ്യ രൂപേണയും അല്ലാതെ സീരിയസ് ആയിട്ടും തന്നെ ഈ ഒരു സിനിമയിൽ ആ ഒരു സംഭവങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതേപോലെ തന്നെ കേരളത്തിനെതിരെയുള്ള പ്രൊപഗണ്ട ന്യൂസുകൾക്കെതിരെയും അതേപോലെ തന്നെ പ്രൊപഗണ്ട ഫിലിംസിനെതിരെയൊക്കെ ഉള്ളൊരു വലിയൊരു തിരിച്ചടിയായിട്ട് വേണമെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു പടത്തെ സമീപിക്കാവുന്നതാണ്. കേരളത്തിലെ ഏറ്റവും അധികം ട്രോൾ ചെയ്യപ്പെടുന്ന ഒരു പാർട്ടിയെ ഇതിനകത്ത് അറഞ്ചം പിറഞ്ചം ട്രോൾ ചെയ്തിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് കേരളത്തിലെ ചില പ്രമുഖ പാർട്ടികളെയും അവരുടെ വോട്ട് പിടിക്കുന്ന ഒരു സ്ട്രാറ്റജിയും എല്ലാം ഇതിനകത്ത് വലിച്ചു കീറി വച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമയിൽ നമ്മുടെ ഇവിടുത്തെ പൊളിറ്റിക്കൽ സിനാരിയോകളെയൊക്കെ ട്രോൾ ചെയ്യുന്നുണ്ടെങ്കിലും അതല്ലാതെ ഒരു കിടിലനായിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ഈ ഒരു സിനിമയ്ക്ക് ഉണ്ട് എന്നുള്ളതും ഏറ്റവും വലിയൊരു കാര്യമാണ്. അതായത് ഈ ഒരു സിനിമ ഒരു ക്ലൈമാക്സോട് അടുക്കുമ്പോഴത്തേക്കും ഒരു ബജ്രംഗി ഭായിജാൻ ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഛായയിലേക്ക് ഈ ഒരു സിനിമ കടക്കുന്നുണ്ട്. പക്ഷെ അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നിവിൻ പോളി അത് ഗംഭീരമായിട്ട് തന്നെ ഇമോഷണൽ സീൻസ് ആയാലും കോമഡി ആയാലും വളരെ സീരിയസ് ആയിട്ടുള്ള സീൻസ് എല്ലാം തന്നെ വളരെ ഗംഭീരമായിട്ട് ഈ അടുത്തെങ്ങും കാണാത്ത ഒരു നിവിൻ പോളി നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും നിവിൻ പോളിയുടെ ഒരു ഗംഭീര കംബാക്ക് തന്നെയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു സിനിമ ഫീൽ ചെയ്യുന്നത്. പലർക്കും പല അഭിപ്രായങ്ങൾ വന്നേക്കാം, തീർച്ചയായിട്ടും പല അഭിപ്രായങ്ങൾ വരും. കാരണം ഈ ഒരു സിനിമയിൽ സംസാരിക്കുന്ന പൊളിറ്റിക്സ് പലർക്കും ഇഷ്ടപ്പെടാതെ വന്നേക്കാം. ഈ ഒരു സിനിമയിൽ നമ്മുടെ ഇമോഷൻസിനെ പിടിച്ചിട്ടുള്ള കളികൾ കുറച്ച് കൂടുതലാണ്. കാരണം നമ്മൾ ഇന്ത്യൻ എന്ന രീതിയിലും മലയാളി എന്ന രീതിയിലും ഒക്കെ ഉള്ള കുറച്ച് ഇമോഷൻസ് അത് എടുത്തിട്ട് അത് വർക്കൗട്ട് ആക്കി ഗൂസ് ബംസ് ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ പലയിടത്തും ഈ ഒരു സിനിമയിലുണ്ട്. നമ്മുടെ അഗ്നിച്ചിറകുകൾ, അതേ കണക്ക് സച്ചിനൊക്കെ നമ്മുടെ ഇമോഷൻസിന്റെ ഒരു ഭാഗമാണ്. അതൊക്കെ പിടിച്ചിട്ട് ഒരു ഗൂസ് ബംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ വർക്കൗട്ട് ആയി എന്നാണ് എനിക്ക് പേഴ്സണലി ഉള്ള ഒരു അനുഭവം. അത് പലർക്കും ചിലപ്പോൾ അതൊക്കെ ക്രിഞ്ചായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. പക്ഷെ എനിക്ക് പേഴ്സണലി അതൊക്കെ വർക്കൗട്ട് ആയി ചിലപ്പം ചെറിയ ക്രിഞ്ചുകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം നിവിൻ പോളി എന്ന ആക്ടറും ഡിജോ ജോസ് ആന്റണി എന്ന സംവിധായകനും ഈ ഒരു സിനിമയ്ക്ക് കൊടുക്കാവുന്നതിന്റെ ബെസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു സിനിമയിൽ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത് ഈ ഒരു സിനിമയുടെ ലെങ്ത് ആണ്. പല സ്ഥലത്തും ഡ്രിം ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ കുറെ സ്ഥലങ്ങളൊക്കെ ഒരു ഫ്ലാറ്റ് ആയതുപോലെ അല്ലെങ്കിൽ പ്രഡിക്റ്റബിൾ ആയ പോലെയൊക്കെ ഫീൽ ചെയ്തു. കുറച്ചൊക്കെ ഡ്രിം ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് പോവുകയെന്നെ കുറച്ച് ലാഗ് ഒഴിവാക്കാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. അതൊഴിച്ചാൽ മൊത്തത്തിൽ ഈ ഒരു സിനിമ നല്ലതുപോലെ വർക്കൗട്ട് ആയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഈ ഒരു സിനിമയാണ് ഡിജോ ജോസ് ആന്റണിയുടെ കരിയർ ബെസ്റ്റ് പടമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇപ്പം ക്യൂനായാലും ജനഗണമനയൊക്കെ ആയാലും അതിനെക്കാട്ടി ഒരുപടി മുന്നിൽ ഈ ഒരു സിനിമ വരുമെന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു സിനിമ കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നിവിൻ പോളി അല്ലാതെ അനശ്വര രാജൻ ഒരു ചെറിയൊരു റോളിൽ വന്നിട്ടുണ്ട്.
പിന്നെ ബാക്കി മഞ്ജു പിള്ള നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേ കണക്ക് പിന്നെ ഒരു പാകിസ്ഥാനി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്, അതും ഗംഭീരമായിട്ട് തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ റിവീൽ ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയൊരു സ്പോയിലറായി പോകും. അതുകൊണ്ട് തന്നെ അഭിനയിച്ചവരെല്ലാം തന്നെ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ധ്യാനും നിവിനുമായിട്ടുള്ള ആ ഒരു കോമ്പോസ് ഒക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കോമഡീസ് ഒക്കെ ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് ഹാഫിലെ ആദ്യത്തെ തുടക്കത്തിലുള്ള ആ ഒരു ആക്ഷേപഹാസ്യ രീതിയിലുള്ള കോമഡീസ് എല്ലാം തന്നെ വർക്കൗട്ട് ആയി എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഈ ഒരു സിനിമയുടെ സിനിമാറ്റോഗ്രഫി നല്ല കിടിലനായിട്ട് വന്നിട്ടുണ്ട്. കേരളത്തിനകത്ത് മാത്രമല്ല പുറത്തുള്ള കുറച്ച് സ്ഥലങ്ങളിലൂടെയും ഈ ഒരു സിനിമ സഞ്ചരിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള സിനിമാറ്റോഗ്രഫി ആയിരുന്നു ഈ ഒരു സിനിമയുടേത്. അതേപോലെ തന്നെ ജെക്സ് ബിജോയുടെ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം മികച്ചതായിരുന്നു. അത് തിയേറ്ററിൽ കേൾക്കാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു. കൃഷ്ണ എന്ന് തുടങ്ങുന്ന സോങ്സ് ഒക്കെ എനിക്ക് യൂട്യൂബിൽ കേട്ടപ്പോഴത്തേക്കും എനിക്ക് അത്രയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സോങ് ആയിരുന്നില്ല. പക്ഷേ തിയേറ്ററിൽ കേട്ടപ്പോഴത്തേക്കും കേൾക്കാൻ നല്ല രസമുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഒരു തിയേറ്റർ വൈബിന് പറ്റിയ ഒരു സോങ് ആയിരുന്നു. അതാണ് തന്നെ ബാക്കിയുള്ള സോങ്സ് എല്ലാം തന്നെ തിയേറ്ററിൽ കേൾക്കാൻ പറ്റിയ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ആ ഒരു സിറ്റുവേഷനോട് യോജിക്കുന്ന തരത്തിലുള്ള സോങ്സ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതിനൊരു എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത് ഈ ഒരു കൃഷ്ണ എന്ന് തുടങ്ങുന്ന ആ ഒരു സോങ് മാത്രമാണ്. ഒരു എക്സ്ട്രാ ആ ഒരു എന്താ പറയുന്നത്, അങ്ങനെ ഒരു സോങ് അവിടെ വേണമെന്ന രീതിയിൽ കൊണ്ടുവച്ചതുപോലെ എനിക്ക് പേഴ്സണലി തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ആ ഒരു സിനിമയുടെ പോക്കിനനുസരിച്ചുള്ള സോങ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പടം നല്ലൊരു തിയേറ്റർ വാച്ചിന് വെർത്ത് ആയിട്ടുള്ളൊരു പടമാണ്. പേഴ്സണലി എനിക്ക് പടം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫിലെ ചെറിയൊരു ലാഗ്, ചെറുതല്ല, അത്യാവശ്യം ചെറിയ രീതിയിലൊരു ലാഗ് ഉണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ പടം നല്ല രീതിയിൽ എൻഗേജ്ഡ് ആയിട്ടിരുന്ന് കാണാനായിട്ടുള്ള സംഭവമൊക്കെ ഉണ്ട്. തിയേറ്റർ വാച്ചിന് വെർത്ത് ആയിട്ടുള്ള ഒരു പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു.